സെൻ ഗുരുവിന്റെ ആശ്രമത്തിലെത്തിയ യുവാവ് ഗുരുവിനോടായി പറഞ്ഞു, ഗുരു, ഞാൻ അങ്ങയുടെ അടുത്ത് ഈ ലോകത്തെ പറ്റി പഠിക്കാൻ വന്നതാണ്. എന്റെ ബുദ്ധിയിൽ ഇപ്പോൾ തന്നെ ആയിരം ഗ്രന്ഥങ്ങളുടെ അറിവുണ്ട്. എന്റെ ആഗ്രഹം ഭൂമിയിലെ ഏറ്റവും അറിവുള്ള വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ അറിയാത്തതായി യാതൊന്നുമില്ല. എങ്കിലും എന്നിലെ ശേഷിക്കുന്ന അറിവിന്റെ ശൂന്യത അങ്ങ് നികത്തിത്തരണം. ഗുരു ഒരു ചെറു മന്ദസ്മിതത്തോടെ ശിഷ്യനെ തോട്ടത്തിലേക്ക് ക്ഷണിച്ചു. ഗുരു ശാന്തനായി ഒരു മൺപാത്രം ശിഷ്യന്റെ കയ്യിൽ കൊടുത്തു. അതിലേക്ക് സുഗന്ധമുള്ള ഒരു ചൂടുപാനീയം പകർന്നു. പാത്രം നിറഞ്ഞു കവിഞ്ഞു. ഗുരു പിന്നെയും അതിലേക്ക് ചൂടുപാനീയം പകർന്നുകൊണ്ടിരുന്നു. അവസാനം പാത്രം നിറഞ്ഞു കവിഞ്ഞ് പാനീയം പുറത്തേക്ക് ഒഴുകി. ചൂടുപാനീയം ശിഷ്യന്റെ കയ്യിൽ വീണു പൊള്ളി. ശിഷ്യൻ വേദന കൊണ്ട് പുളഞ്ഞു. ശിഷ്യൻ പറഞ്ഞു, ഗുരുജി, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ചൂടുപാനീയം വീണ എന്റെ കൈകൾ ആകെ പൊള്ളിയല്ലോ. പാത്രം നിറച്ചിട്ടും അങ്ങ് വീണ്ടും വീണ്ടും അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് വഴി പാനീയം പാഴാക്കി കളയുകയല്ലേ ചെയ്യുന്നത്? ഗുരു ശിഷ്യന്റെ കണ്ണുകളിലേക്ക് നോക്കി. ശേഷം ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, ഈ പാത്രം നിന്റെ മനസ്സാണ്. ഞാൻ നിനക്ക് നൽകാൻ ശ്രമിച്ചത് ജ്ഞാനമാണ്. നിന്റെ മനസ്സ് എല്ലാം എനിക്കറിയാം, ഞാനിത് മുമ്പേ പഠിച്ചതാണ് എന്ന ചിന്തയാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. നിറഞ്ഞു കവിഞ്ഞ പാത്രത്തിലേക്ക് എത്ര ദിവ്യമായ അറിവ് പകർന്നാലും അത് നിന്റെ അഹങ്കാരത്തിന്റെ നിറവിനാൽ പുറത്തേക്ക് ഒഴുകി പോവുകയേ ഉള്ളൂ. നിനക്ക് സ്വീകരിക്കാൻ സ്ഥലമില്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഞാൻ അറിവ് പകരേണ്ടത്? ഗർവിനാൽ ഉയർന്നിരുന്ന ശിഷ്യന്റെ ശിരസ് താഴാൻ തുടങ്ങി. ഗുരു പറഞ്ഞു, പുതിയ അറിവ് സ്വീകരിക്കണമെങ്കിൽ നീ ആദ്യം നിന്റെ മനസ്സിനെ ശൂന്യമാക്കണം. പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നീ അത് അറിയാത്ത ഒരാളായി സ്വയം മാറണം. നീ പഠിക്കുമ്പോൾ നീ ആദ്യമായി കേൾക്കുന്നവനെ പോലെ പഠിക്കുക. മകനെ, വിനയമാണ് ഏറ്റവും വലിയ ജ്ഞാനം. ഒരു യോദ്ധാവിന് പുതിയ ആയുധം പിടിക്കണമെങ്കിൽ പഴയ ആയുധം താഴെ വെച്ചേ മതിയാകൂ. മനസ്സിന്റെ തുറന്ന സമീപനമാണ് നമ്മുടെ മുമ്പിൽ അതിർവരമ്പുകളില്ലാത്ത സാധ്യതയുടെ ലോകം തുറക്കുന്നത്. ആകാശത്തെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷി തന്റെ കൂട്ടിലെ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് പറന്നുയർന്നേ പറ്റൂ. പുതിയ വെളിച്ചം കടക്കണമെങ്കിൽ ഇരുളടഞ്ഞ വാതിലുകൾ തുറന്നേ മതിയാകൂ. പുതിയ പൂക്കൾ വിരിയണമെങ്കിൽ വാടിക്കരിഞ്ഞ ഇതളുകൾ കൊഴിഞ്ഞുപോയേ മതിയാകൂ. ഇത് ലോക തത്വമാണ്. നിറഞ്ഞ മനസ്സല്ല, ഒഴിഞ്ഞ മനസ്സാണ് വിജയിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രതികരണമാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക്